സ്കൂളിൽ പോണ്ടേ? ഞാൻ സ്കൂളിൽ പോടാ. ആവശ്യമില്ലാത്തത് നിനക്കൊരു ഉളുപ്പുമില്ലാതെ പോവാൻ അറിയാമല്ലോ. അതെങ്ങനെ? എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ചേട്ടനില്ലെന്ന് വെച്ച് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയതാ നിന്നെ. അതാ ഞാൻ ചെയ്ത തെറ്റ്. ഈ തള്ള എന്താണ് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും അപ്പ ചാടിക്കുക. നിന്റെ അടുത്തൊക്കെ ചാടി കടിച്ചില്ലെങ്കിലേ ഉള്ളൂ. ജീവിതം മൊത്തം നീരാക്കി കഷ്ടപ്പെട്ടാ ഞാൻ നിന്നെ ഒരു കുറവുമില്ലാതെ ഇതുവരെ പഠിപ്പിച്ച്. അതും പിന്നീട് അവൻ തന്നെയല്ലേ എന്നെ നോക്കുന്നതെന്ന് കരുതി. മിക്കവാറും ഞാനിങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് ആയുസറിയാതെ ചാവും. La vista, esperanza, la vida. Shabba dabba dabba champo lampo, champagino. എവർറാ വീട്ടില് ഇറങ്ങാറായ? ഇല്ല, കുളിക്കുക. ഞാൻ കുളിക്കാൻ കയറി. നീ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കയറാം. ഓക്കെ. ഹലോ, ശരി ഏട്ടാ. അക്കു, ആ അമ്മ, പിന്നെ ഞാനിന്ന് ബസ്സിൽ പൊക്കോളാം. അതെന്ത്? മറ്റേ വിമലില്ലേ, അവൻ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കാന്ന് പറഞ്ഞു. വിമലോ? ഓ ശരി. അക്കു, നിൻ്റെ ഈ പൈസ ഉണ്ടോ? 2 രൂപയല്ലേ? ഉണ്ട്. ഓ, ഇന്നലെ ട്യൂഷൻ ഉണ്ടല്ലോ, എന്ത് ഓടാ ഇന്നലെ വരാൻ പറ്റില്ല, ഇന്ന് വരുമല്ലോ. ഓടാ ഇന്ന് വരും, ഇന്ന് കാണാം വൈകിട്ട്. ഓക്കെ, ശരി. കോട്ടയം. ആ ശരി. ഇതൊക്കെ ഇമാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇതുപയോഗിച്ചിട്ട് ഇമാർക്ക് എന്ത് കിട്ടാനാ? അതാ വരുന്നു. എടി, എന്താടി? എടി, എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ശരി ശരി. എടി, ഞങ്ങളുടെ ക്ലാസ്സിലെ മറ്റേ അക്ഷയ് ഇല്ലയോ? ഏതക്ഷയ്? മറ്റേ ടീച്ചറിന്. ആ, അവൻ്റെ ബാഗിലേ ഞാൻ ഒരു കൂളിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഒന്ന് പോടി. അവനോ?
ആ അവൻ്റെ, നീങ്ങ് വാ, ഞാൻ കാണിച്ചു തരാം. ആ മറ്റേ ബെഞ്ചിൻ്റെ അവിടെ കണ്ട. നീയേ ഇതൊന്നും എൻ്റെ പ്രിൻസി എടുത്തു പറ. ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് എനിക്കറിയാമല്ലേ. എനിക്ക് പിന്നെ ആരോടങ്ങ് പറയായിരുന്നു. അപ്പോൾ പറ നീ. ഞാൻ എന്താ പറയാനാ? നീ പറ, നീ ഇതുവഴി നടന്നു ഇപ്പം കാണാൻ കണ്ടെന്നോ? ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ആ അതാ വരുന്നു. പറയണോ? ചെന്ന് പറ. പോ പോ പോ. മിസ്സേ, വാ മോളെ. മിസ്സേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ഞാൻ ഇന്ന് ജീവൻ ക്ലാസ്സിൻ്റെ ഫ്രണ്ടോടെ നടന്നു പോവായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ബാഗിൽ കൂളിൻ്റെ ഒരു പാക്കറ്റ് കണ്ടു. ആരുടെയാണെന്ന് അറിയാമോ മോളെ? മറ്റേ ടീച്ചറിൻ്റെ മോനില്ലേ, അക്ഷയ്. ദീപ ടീച്ചറിൻ്റെ മോനോ? മോളൊരു കാര്യം ചെയ്, ഞാൻ വന്നേക്കാം, അങ്ങോട്ട് പോയിക്കോ. അനിൽ സാറേ, സാറേ നമ്മുടെ അക്ഷയുടെ ബാഗ് ഒന്ന് പരിശോധിക്കണമായിരുന്നു. ഏതക്ഷയ്? നമ്മുടെ ദീപ ടീച്ചറിൻ്റെ മോനോ. ഓ, നീ ആ ബാഗ് എടുത്തേ. എന്തുവാടാ ഇത്? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? നിനക്ക് കൊടുത്തിട്ടാ ഈ ബാഗ് ആരാടാ? നീ നിൽക്കുന്നുണ്ടോ ഇവിടെ നിൽക്കുന്നത്? ക്ലാസ്സിൽ പോടാ. നിന്നോട് ചോദിച്ചാൽ നീ പറയത്തില്ലടാ. എന്നോട് ചോദിച്ചു കേട്ടോടാ, ഈ ബാഗ് ആരാടാ? നീ പറയത്തില്ലല്ലേ? എന്നോട് പറയിപ്പിക്കാൻ നോക്കാം. ഇതെന്തുവാടാ? ഇത് എവിടുന്നാ? നിനക്കിതൊന്നും ശീലമില്ലാത്തതാണല്ലോ. പിന്നെ ഇതിപ്പോൾ എവിടുന്ന് വന്ന്? എടാ, നിന്റെ ആണോ ഇത്? സാർ പോയിക്കോ, ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇവിടെ വേടാ. എടാ, നിനക്കിതൊന്നും ശീലമില്ലാത്തതല്ലയോ? പിന്നെ ഇതിപ്പോൾ എവിടുന്ന് വന്ന്? നിന്റെ ബാഗിൽ നിന്നല്ലേ ഇത് കിട്ടിയത്? എടാ, നിന്റെ അമ്മ ഒരു ടീച്ചറല്ലേ? ആണോ? നിന്റെ അമ്മയ്ക്ക് ഇനി സ്കൂളിൽ ചെല്ലാൻ പറ്റുമോ? നീ എന്താ അത് ഓർക്കാഞ്ഞത്? നിങ്ങളുടെ മോൻ തന്നെ പ്രിൻസിപ്പളാണ് നിർവഹിക്കുന്നത്. എന്തോതിനാ? അവൻ്റെ ബാഗിൽ നിന്ന് ഒരു കൂള് പൊക്കിയിട്ടുണ്ട്. എന്തു ടീച്ചറെ വിളിച്ചേ? ഇത് നോക്കിതാ പ്രശ്നം. നീ എന്നാടാ ഇതൊക്കെ തുടങ്ങിയത്? ഈ ബാഗ് പിന്നെ ഇതെങ്ങനെ വന്ന്? നീ അറിയാതെ നിന്റെ ബാഗിൽ ഇതൊക്കെ വരുമോ? അച്ഛനെ വിളിച്ചൊന്ന് പറയട്ടെ ടീച്ചറെ. ഇനി മുങ്ങിയിട്ടെന്തോ കാര്യം? അച്ഛൻ്റെ ഇട എനിക്ക് ലൂസാ. നിനക്ക് ഇഷ്ടമായെങ്കിൽ നീ എടുത്തോ. പക്ഷേ എനിക്ക് ലൂസാണ്. ഇല്ല, അത് കുഴപ്പമില്ല, നീ എടുത്തു. ടീച്ചറാ, ഇത് വിമലിൻ്റെ മുതലാ. ഏത് വിമല്? അക്ഷയ്. എന്ത്? ഈ മോതിരം ആരാണ്? എൻ്റെ ഇതിനാണ് നീ എൻ്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെ കാണിച്ചത്. ഞാൻ പറഞ്ഞു നിന്നോട് എൻ്റെ കൂടെ വരാൻ. നീയായിട്ട് തന്നെ അങ്ങ് വന്നില്ലേ? ഓടാ ഇങ്ങോട്ട്, ഓടാ ഇങ്ങോട്ട്, ഓടാ.
ആ